ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാളൂസ് കിച്ചൺ. ഇന്ന് ഞാനൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. ഇപ്പം നാട്ടിലൊക്കെ നല്ല മാമ്പഴത്തിൻ്റെ സമയമാണല്ലോ. അപ്പം മാമ്പഴവും റവയും വെച്ചുകൊണ്ട് സിമ്പിളായിട്ട് ഒരു ടേസ്റ്റി കേക്കാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഈ കേക്ക് റെഡിയാക്കുന്നതിന് ഓവനോ ബീറ്ററോ അതേപോലെ കേക്ക് ടിന്നോ ഒന്നും ആവശ്യമില്ല കേട്ടോ. അല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കേക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മുടെ കേക്ക് റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ 1 കപ്പ് മാമ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല മധുരമുള്ള മാമ്പഴമാണ് കേട്ടോ ഇത്. അതുകൂടാതെ ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് റവ, 1 കപ്പ് ഫ്രഷ് മിൽക്ക്, 1/4 കപ്പ് ഓയിൽ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഞാനിപ്പോൾ മാമ്പഴവും അതേപോലെ തന്നെ പഞ്ചസാരയും കൂടി നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന റവ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിത് രണ്ടും ആദ്യം അങ്ങ് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. റിഫൈൻഡ് ഓയിൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ എന്തായാലും കേക്ക് ഉണ്ടാക്കുമ്പോൾ എന്തായാലും നമ്മൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യില്ല. ഇനി നമുക്ക് ഈ മിക്സിലോട്ട് ചേർക്കാനുള്ളത് പാലാണ്. നല്ല കട്ടിയുള്ള പാൽ വേണം എടുക്കാനായിട്ട്. ഇനി എല്ലാം കൂടി നല്ലപോലെ അങ്ങ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിനകത്ത് ഫൈനലായിട്ട് ചേർക്കാനുള്ളത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ ഞാനിവിടെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ബേക്കിംഗ് പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ 1.5 ടീസ്പൂൺ എടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. നമ്മുടെ കേക്കിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ റെഡിയാക്കുന്ന കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മോഡറേറ്റ് മധുരമുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.25 കപ്പ് പൊടിച്ച് പഞ്ചസാര വരെ ചേർക്കാം. നല്ല മധുരമുള്ള മാമ്പഴമൊക്കെ ആണെങ്കിൽ 1.25 കപ്പ് പൊടിച്ച പഞ്ചസാര എന്തായാലും മതിയാവും. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് എടുത്തിട്ടുള്ളൂ. അത് അത്യാവശ്യം മധുരമുള്ള മാമ്പഴമായിരുന്നു. പിന്നെ ഞാൻ മോഡറേറ്റ് മധുരത്തിലുള്ള കേക്കാണ് റെഡിയാക്കുന്നതും അതുകൊണ്ടാണ്. ഇനി നമുക്കിത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ ഓവനും ബീറ്ററും കേക്ക് ടിന്നും ഒന്നും യൂസ് ചെയ്യാതെ തന്നെയാണ് ഈ കേക്ക് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ സാധാരണ എന്താ പറയുക, പ്രഷർ കുക്കറിലൊക്കെ റെഡിയാക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ രീതിയിലൊക്കെ നമ്മൾ അവനില്ലാതെ യൂസ് ചെയ്യുമ്പോൾ പ്രീ ഹീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ പ്രീ ഹീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാനിവിടെ ഒരു അത്യാവശ്യം കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ഒരു ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കണം. അപ്പോൾ ബട്ടർ പേപ്പർ വിരിക്കുന്നതിന് മുൻപായിട്ട് കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ഓയിലോ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ബട്ടർ പേപ്പർ കറക്റ്റ് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിൻ്റെ അതിലേക്ക് ഒഴിക്കാം. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം കറക്റ്റ് മടക്കായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളിതിപ്പോൾ അവൻ യൂസ് ചെയ്താണ് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഫൈനലായിട്ട് ചോപ്പഡ് ബദാമും കൂടി ചേർക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇനി ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ യൂസ് ചെയ്ത് നല്ല പോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അലൂമിനിയം ഫോയിൽ ഇല്ലയെന്ന് വെച്ചും പ്രോബ്ലം ഒന്നുമില്ല. ഒരു ലിഡും കൂടെയും വെച്ച് നല്ലപോലെ ക്ലോസ് ചെയ്തു. പിന്നെ നമ്മൾ നല്ലപോലെ എയർ ടൈറ്റായിട്ട് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വെയിറ്റും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പം നല്ലയും പെട്ടെന്ന് കുക്കായി കിട്ടുകയും ചെയ്യും. ഒരു 45 മിനിറ്റ്സ് നമുക്ക് എന്തായാലും ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഒരു 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് കുക്കായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യും പോലെ തന്നെ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം.
ഇപ്പോൾ സ്റ്റിക്കിൽ ഇത് കണ്ട് ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല. അപ്പോൾ കറക്റ്റായിട്ട് കേക്കിൻ്റെ അകമൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതൊരു കേക്ക് ബേസിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ നല്ലപോലെ തണുത്ത ശേഷം മാത്രം കേക്ക് കട്ട് ചെയ്യുക. നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ റവ യൂസ് ചെയ്താണ് റെഡിയാക്കിയെന്ന് തോന്നുന്നു പോലുമില്ല. നമ്മൾ സാധാരണ മൈദ യൂസ് ചെയ്ത് റെഡിയാക്കും പോലെ തന്നെ നല്ല പോലെ സ്പഞ്ചി ആയിട്ടും സോഫ്റ്റ് ആയിട്ടും കിട്ടിയിട്ടുണ്ട്. പിന്നെ റെഡിയാക്കിയ മാംഗോ റവ കേക്ക് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം അവനും ബീറ്ററും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം അല്ലേ? അപ്പം എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ആയിട്ട് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ദിസ് ഈസ് ബിൽറ്റ സൈനിങ് ഓഫ്. ബൈ.